റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ ഭീകര സംഘടനയായി നിരോധിച്ചതിനു ശേഷം യുകെയിലുടനീളം നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തതിന് 71 പേർ അറസ്റ്റിലായതായി പോലീസ് പറഞ്ഞു. ലണ്ടൻ, കാർഡിഫ്, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലാണ് തീവ്രവാദ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് നിരവധി പേർ അറസ്റ്റിലായത്. 2000 തീവ്രവാദ നിയമപ്രകാരം കഴിഞ്ഞ ശനിയാഴ്ച മുതൽ പലസ്തീൻ ആക്ഷന്റെ പ്രവർത്തനങ്ങൾ സർക്കാർ നിരോധിച്ചിരുന്നു. അതായത് നിലവിൽ ഗ്രൂപ്പിൽ അംഗമാവുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റകരമാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തലസ്ഥാനത്തെ പാർലമെന്റ് സ്ക്വയറിൽ പ്രതിഷേധക്കാരുടെ 2 ഗ്രൂപ്പുകൾ ഒത്തുകൂടിയിരുന്നു. എതിർക്കുന്നതായും പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്നതായുമുള്ള പ്ലക്കാർഡുകൾ പ്രതിഷേധക്കാർ കൈവശം വെച്ചിരുന്നു. 1 മണിക്ക് തടിച്ചുകൂടിയ പ്രതിഷേധക്കാരെ 1.5 മണിക്കൂറിന് ശേഷം 2:30 പോലീസ് പൂർണ്ണമായും നീക്കം ചെയ്തു. പോലീസ് നടപടിയോട് പ്രതിഷേധിച്ച് ചിലർ കമിഴ്ന്നു കിടന്ന് പ്രതിഷേധിക്കുന്നത് കാണാമായിരുന്നു. നിരോധിത സംഘടനയെ പിന്തുണയ്ക്കുന്നുവെന്ന സംശയത്തിന്റെ പേരിൽ കാർഡിഫിലെ സെൻട്രൽ സ്ക്വയറിനടുത്തുള്ള BBC ഓഫീസുകൾക്ക് പുറത്ത് നടന്ന പ്രതിഷേധത്തിനിടെ സൗത്ത് വെയിൽസ് പോലീസ് 13 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. നിയമപരമായ പ്രതിഷേധം നടത്തുകയാണെങ്കിൽ ജനങ്ങളുടെ ശബ്ദം കേൾക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് സൗത്ത് വെയിൽസ് പോലീസ് പറഞ്ഞു. ഭീകരവാദ നിയമപ്രകാരം നിരോധിക്കപ്പെടുന്ന യുകെയിലെ ആദ്യത്തെ പ്രതിഷേധ ഗ്രൂപ്പാണ് പലസ്തീൻ ആക്ഷൻ. ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ തീവ്രവാദ വലതുപക്ഷ ഗ്രൂപ്പായ നാഷണൽ ആക്ഷൻ എന്നിവയുടെ കൂട്ടത്തിലാണ് പലസ്തീൻ ആക്ഷനെയും ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ നിയന്ത്രിച്ചതും ഒപ്പം പ്രധാനമന്ത്രിയോടുള്ള ചോദ്യോത്തരവേളയിൽ ചാൻസലർ പൊട്ടിക്കരഞ്ഞതുമെല്ലാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ജനപ്രീതി പുതിയ റെക്കോർഡ് തലത്തിലേക്ക് താഴ്ത്തിയിരിക്കുന്നുവെന്ന് പുതിയ അഭിപ്രായ സർവേ ഫലം പറയുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ സ്റ്റാർമറുടെ പ്രവർത്തനങ്ങളോട് വെറും 18% ബ്രിട്ടീഷ് വോട്ടർമാരാണ് ഇപ്പോൾ സംതൃപ്തി രേഖപ്പെടുത്തുന്നത്. നേരെമറിച്ച് അതൃപ്തി രേഖപ്പെടുത്തിയവരുടെ എണ്ണം 60% കുതിച്ചുയരുകയും ചെയ്തു. അതായത് -41 എന്ന നെറ്റ് റേറ്റിംഗ് ആണ് ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ജൂൺ അവസാനത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 6 പോയിന്റ് കുറവാണിത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ഉയർന്നിരിക്കെ പ്രധാനമന്ത്രി നടത്തിയ ചില മലക്കമറിച്ചിലുകളാണ് അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇത്രയേറെ ഇടിയാൻ പ്രധാന കാരണമായി മാറുന്നത്. ക്ഷേമ പദ്ധതികളിലെ ചെലവ് ചുരുക്കി 5 ബില്യൺ പൗണ്ടോളം മിച്ചം പിടിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിക്കുള്ളിലെ കടുത്ത എതിർപ്പിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നതിനാൽ വരുന്ന ബഡ്ജറ്റിൽ നികുതി വർധനയുണ്ടായേക്കാമെന്ന ആശങ്കയും ജനപ്രീതി കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടനിലെ ഏതൊരു പ്രധാനമന്ത്രിയുടെയും ആദ്യ വർഷത്തെ ജനപ്രീതി കണക്കിലെടുത്താൽ അതിൽ ഏറ്റവും താഴെയാണ് ഇപ്പോൾ സ്റ്റാർമറുടെ സ്ഥാനമെന്നും ചരിത്ര കുതികളും പറയുന്നുണ്ട്. ഈ വർഷത്തെ 3ാമത്തെ ഉഷ്ണതരംഗത്തിൽ ബ്രിട്ടനിലെ അന്തരീക്ഷ താപനില 33 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നതോടെ കർഷകരോട് ജലസേചനം നിർത്തിവെക്കാനുള്ള ഉത്തരവ് പുറത്തിറങ്ങി. കിഴക്കൻ ആംഗ്ലിയയിലെ കർഷകരോടാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിളകൾക്കുള്ള ജലസേചനം നിർത്തിവെക്കാൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വെള്ളത്തിന്റെ മറ്റു തരത്തിലുള്ള ഉപയോഗങ്ങൾ പക്ഷേ വിലക്കിയിട്ടില്ല. ശനിയാഴ്ച ഹെർട്ട്ഫോർഡ്ഷെയറിലെ റോസ് ഓൺ ബൈയിൽ 33 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്നലെ താപനില 30 ഡിഗ്രിയിൽ എത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ കനത്ത ചൂടിൽ ഇംഗ്ലണ്ടിലെ ജലസംഭരണികൾ പലതും വരണ്ടു തുടങ്ങിയിരിക്കുന്നു. പലതിലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് യോർക്ക്ഷയറിലും തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലുമായി 60 ലക്ഷം കുടുംബങ്ങൾക്ക് ഹോസ് പൈപ്പ് ഉപയോഗിക്കുന്നതിൽ വിലക്ക് കൽപ്പിച്ചിട്ടുള്ളതും. ഇനി നാട്ടിലെ വാർത്തകൾ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയെ രക്ഷിക്കാൻ അവസാന ശ്രമങ്ങൾ തുടരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ പ്രമുഖ മുസ്ലിം പണ്ഡിതനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമൻ ഗവൺമെന്റുമായി ചർച്ചകൾ നടത്തി. യമനിലെ ഒരു മതപുരോഹിതനുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം ഇടപെടൽ നടത്തുന്നത്. കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായും കാന്തപുരം സംസാരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇക്കഴിഞ്ഞ ജൂൺ 12 അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ നിരവധി സംശയങ്ങളാണ് ഉയരുന്നത്. പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മേഘാനി നഗറിലെ കെട്ടിട സമുച്ചയത്തിന് മുകളിൽ ഇടിച്ച് വിമാനം താർന്നപ്പോൾ 260 ജീവനുകളായിരുന്നു പൊലിഞ്ഞത്. വിമാനം പറത്തുന്നതിൽ 8200 മണിക്കൂറുകളിലേറെ പ്രവൃത്തി പരിചയമുള്ള ക്യാപ്റ്റൻ സുമിത് സബർവാളായിരുന്നു കോക്പിറ്റിൽ എന്നത് പിഴവുകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വിച്ച് ലോക്കിംഗ് ഫീച്ചർ എന്നത് അവയുടെ പൊസിഷൻ മാറ്റുന്നതിനായി പൈലറ്റുമാർ മുകളിലേക്ക് ഉയർത്തേണ്ട ഒരു സംവിധാനമാണെന്നും അബദ്ധത്തിൽ ഓഫ് ആക്കപ്പെടാൻ അതൊരു പ്രസ് ബട്ടൺ അല്ല എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗിൽ നിന്ന് ലഭിച്ച ഒരു സംഭാഷണ ശകലത്തിൽ പൈലറ്റുമാരിൽ ഒരാൾ ഈ സ്വിച്ച് ഓഫ് ആക്കിയത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. താനല്ല അത് ചെയ്തത് എന്ന് മറ്റേ പൈലറ്റ് മറുപടി നൽകുന്നുമുണ്ട്. ഇവിടെയാണ് പൈലറ്റ് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന ചോദ്യം ഉയരുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നതോടെ പാശ്ചാത്യ മാധ്യമങ്ങൾ നിരവധി സിദ്ധാന്തങ്ങളുമായി എത്തിയിരിക്കുന്നു. ആരെങ്കിലും ഓഫ് ചെയ്യാതെ അബദ്ധത്തിൽ സ്വിച്ച് ഓഫ് ആവുകയില്ല എന്നുള്ളപ്പോൾ പൈലറ്റ് എന്തിനായിരിക്കാം അത് ഓഫ് ചെയ്തത് എന്ന ചോദ്യമാണ് മിക്ക മാധ്യമങ്ങളും ഉയർത്തുന്നത്. മനഃപൂർവ്വമാണോ അതോ ഒരു പിഴവ് പറ്റിയതാണോ എന്നും അവർ ചോദ്യമുയർത്തുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. യുവേഫ വനിതാ യൂറോ 2025 ക്വാർട്ടർ ഫൈനലിലേക്ക് ഇംഗ്ലണ്ട് മുന്നേറി. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ എതിരാളികളായ വെയിൽസിനെ 6-1 തകർത്താണ് നിലവിലെ ചാമ്പ്യന്മാർ ഈ നേട്ടം കൈവരിച്ചത്. ഗ്രൂപ്പ് ഡിയിൽ ഫ്രാൻസിസ് പിന്നിൽ 2ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്ത ഇംഗ്ലണ്ട് അടുത്ത റൗണ്ടിൽ ഗ്രൂപ്പ് സി വിജയികളായ സ്വീഡനെ നേരിടും. 13ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെ ജോർജിയ സ്റ്റാൻവേ ഇംഗ്ലണ്ടിനായി ആദ്യ ഗോൾ നേടി. തുടർന്ന് എലാറ്റൂൺ, ലോറൻ ഹെംബ, അലൈസിയ റൂസോ,
ബേർത്ത് മീഡ്, ആഗ്ലി ബീവർ ജോൺസ് എന്നിവരും ഗോൾ വല കുലുക്കി. വെയിൽസിന്റെ ഹന്ന കെയ്ൻ അവസാന നിമിഷം ഒരു ആശ്വാസ ഗോൾ നേടിയെങ്കിലും ഇംഗ്ലണ്ടിന്റെ ആധിപത്യത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. ഇംഗ്ലണ്ടിന്റെ രണ്ടാം സ്ഥാനം അവർക്ക് ഗുണകരമായേക്കാം. ക്വാർട്ടറിൽ ശക്തരായ സ്വീഡിഷ് ടീമിനെ മറികടന്നാൽ ലോക ചാമ്പ്യന്മാരായ സ്പെയിനെ ഫൈനൽ വരെ ഒഴിവാക്കാൻ അവർക്ക് സാധിക്കും. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 115.77 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.